ജനങ്ങളെ വിശ്വാസത്തിലെടുക്കാതെ നടക്കുന്ന ഒരു വികസന പ്രഖ്യാപനവും ആ പ്രഖ്യാപനം പ്രാവർത്തികമാകില്ല എന്നുള്ളതിന് നമ്മുടെ മുന്നിൽ ഉദാഹരണമുണ്ട് മാഡം. കഴിഞ്ഞ സർക്കാരിൻ്റെ കാലത്ത് അതിവേഗ റെയിൽ എന്നുള്ള പേരിൽ കേരളത്തിലെ സാധാരണക്കാരുടെ അടുക്കളയിൽ കയറി കല്ലിട്ട കാര്യം നമുക്കെല്ലാവർക്കും അറിയാം. അവസാനം എന്തായി? അതൊക്കെ പിൻവലിച്ചു പോകേണ്ടി വന്നു. ഈ സാഹചര്യം ആണ് ഇന്ന് നിലവിലുള്ളത്. ഇപ്പോൾ ഈ നടത്തിയിട്ടുള്ള പ്രഖ്യാപനങ്ങൾ പ്രാവർത്തികമാകണമെങ്കിൽ അതിനു വേണ്ടിയിട്ടുള്ള അടിസ്ഥാന സൗകര്യങ്ങൾ ഉണ്ടാകണം, വികസനം ഉണ്ടാകണം. കുടിവെള്ളത്തിന് ബുദ്ധിമുട്ടുന്ന, ഏറ്റവും കൂടുതൽ ബുദ്ധിമുട്ട് അനുഭവിക്കുന്ന ഒരു മണ്ഡലത്തെ പ്രതിനിധീകരിക്കുന്ന ഒരാളാണ് ഞാൻ. 85,000 പേരാണ് ജോലി ചെയ്യുന്നത് ടെക്നോ പാർക്കിൽ. ടെക്നോ പാർക്കിന് വേണ്ടി വികസനത്തിന് വേണ്ടിയിട്ട് പണം അനുവദിച്ചതുകൊണ്ട് കാര്യമില്ല. അതിൻ്റെ തൊട്ടടുത്ത് കിടക്കുന്ന മുള്ളുവിള എന്ന് പറയുന്ന പട്ടികജാതി വിഭാഗത്തിൽപ്പെടുന്ന ആളുകൾ അധിവസിക്കുന്ന പ്രദേശം, അവിടെ വെള്ളക്കെട്ട് കാരണം ബുദ്ധിമുട്ട് അനുഭവിക്കുകയാണ്. മാത്രമല്ല, ടെക്നോ പാർക്കിൽ ജോലി ചെയ്യുന്ന ആളുകൾ പുറത്തിറങ്ങിയാൽ അവർക്ക് താമസിക്കാനുള്ള സൗകര്യങ്ങൾ, ആ സൗകര്യങ്ങളുള്ള സ്ഥലങ്ങൾ മുഴുവൻ തന്നെ കുടിവെള്ളക്ഷാമമാണ്. ആ ടെക്നോ പാർക്കിൽ ജോലി ചെയ്യുന്ന വലിയൊരു കമ്പനിയുടെ ചുമതലക്കാരൻ കഴിഞ്ഞ ദിവസം എന്നെ കണ്ടു. ആ കമ്പനിയിൽ മാത്രം കുടിവെള്ളത്തിന് വേണ്ടി വർഷത്തിൽ 1 കോടി രൂപയാണ് അവർ ചെലവിടുന്നത്. അവർ പറയുന്നത്, ഞങ്ങൾ ഇവിടെ നിന്ന് വിട്ടുപോകേണ്ടി വരും. ഓപ്പറേറ്റിംഗ് കോസ്റ്റ് കേരളത്തിൽ മറ്റ് സംസ്ഥാനങ്ങളെ അപേക്ഷിച്ച് കൂടുതലാകുന്ന ഒരു സ്ഥിതി വരികയാണ്. ഈ സാഹചര്യത്തിൽ മാറ്റം വരുത്താതെ പ്രഖ്യാപനങ്ങൾ മാത്രം നടത്തിയോണ്ട് കാര്യമുണ്ടോ?